ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസിന് അന്തിമ ശാസന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ബന്ദികളെ ഉടൻ കൈമാറണമെന്നും അല്ലാത്തപക്ഷം ഗാസ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. കൊല ചെയ്യപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറണമെന്നും നിർദ്ദേശമുണ്ട്. വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഹമാസ് സഹകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് തിരിച്ചടിക്കാൻ എല്ലാ സൈനിക സഹായവും ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതായി വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തി. ഇതിനു പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഭീഷണി. തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. എല്ലാ ബന്ദികളെയും ഇപ്പോൾ വിട്ടയക്കുക, പിന്നീടല്ല. നിങ്ങൾ കൊലപ്പെടുത്തിയ ബന്ദികളുടെ മൃതദേഹങ്ങളും ഉടൻ തിരികെ നൽകുക, അല്ലെങ്കിൽ നിങ്ങൾ തീർന്നു. ഇത് അവസാന മുന്നറിയിപ്പാണ്. ഹമാസ് നേതൃത്വത്തിന് ഗാസയൊഴിയാൻ ഇപ്പോഴും അവസരം ബാക്കിയുണ്ട്. ഗാസയിലെ ജനങ്ങൾക്ക് മനോഹരമായ ഭാവിയുണ്ട്. പക്ഷേ നിങ്ങൾ ബന്ദികളെ പിടിച്ചുവെച്ചാൽ അത് യാഥാർത്ഥ്യമാകില്ല. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ നിങ്ങളെ തീർത്തുകളയുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപും അന്ത്യശാസനം നൽകിയത്. 1997 ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തുന്നത്. ഹമാസിന്റെ പിടിയിലുള്ള US ബന്ദി ഇദാൻ അലക്സാണ്ടറിന്റെ മോചനത്തിനും കൊല്ലപ്പെട്ടവരുടെ 4 പേരുടെയും മൃതദേഹം വിട്ടുകിട്ടുന്നതിനുമായിരുന്നു ചർച്ച. ഹമാസുമായുള്ള USന്റെ ചർച്ച ഇസ്രായേലിന്റെ അറിവോടെയാണെന്ന് വൈറ്റ് ഹൗസും നെതന്യാഹുവിന്റെ ഓഫീസും സ്ഥിരീകരിച്ചു. ഒക്ടോബർ 7-നുണ്ടായ ഹമാസ് ഭീകരാക്രമണത്തിനിടെ പിടികൂടിയ ബന്ദികളിൽ അവശേഷിക്കുന്നവരെ കൈമാറിയില്ലെങ്കിൽ സങ്കല്പിക്കാൻ പോലുമാകാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. യുദ്ധാനന്തരം പലസ്തീനികളെ പുറത്താക്കി ഗാസ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതേസമയം പലസ്തീനികളെ നിലനിർത്തി ഗാസ പുനർനിർമ്മിക്കാനാണ് അറബ് രാജ്യങ്ങളുടെ പദ്ധതി. എന്നാൽ ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അറബ് രാജ്യങ്ങൾ അംഗീകരിച്ച പദ്ധതിയെ അമേരിക്കയും ഇസ്രായേലും തള്ളിയിരുന്നു.